അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, IPL എന്താ സംഭവിക്കണേ? 264 റൺ എന്നുള്ള വലിയ സ്കോറിൽ ചേസ് ചെയ്തിട്ട് 265 റണ്ണ് കൂളായിട്ട് എടുത്തിട്ട് പഞ്ചാബ് ഒരു കളി ജയിച്ചു. അതിന് മുന്നേ ഒരു കളി പോലും തോക്കാണ്ട് അൺബീറ്റൻ ആയിട്ട് നിൽക്കുന്ന പഞ്ചാബ് അടുത്ത മാച്ചിൽ തോക്കുകയാണ് 6 മുന്നിൽ. ഇപ്പൊ അടുത്തൊരു സംഭവം കൂടി നടന്നിരിക്കുകയാണ്. നമ്മുടെ RCB ജയം തോൽക്കൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. സ്ഥാനങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി മേലെ നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ് IPL. പക്ഷേ എഗെയിൻ ഇവിടെ GT മുന്നിൽ തോറ്റിരിക്കുകയാണ്. അതും കഴിഞ്ഞ മാച്ചിൽ DC-നെ 75 റണ്ണിന് ഓൾ ഔട്ട് ആക്കിയിട്ട് കൂൾ വിൻ ആയിട്ട് ജയിച്ചിട്ടുള്ള മാച്ചായിരുന്നു. അതിനുശേഷം വരുന്ന മാച്ചിൻ്റെ അകത്ത് എഗെയിൻ അവസ്ഥ ഇതാണ്. എന്താണ് ശരിക്കും സംഭവിച്ച RCBക്ക്? എവിടെയാണ് പിഴച്ചത്? എന്തായിരിക്കും കാരണം? അതൊക്കെ നമുക്ക് പറയാനുണ്ട്. ശരിക്കും ഇന്നത്തെ മാച്ചേ ബൗളേഴ്സിന്റെ മാച്ചാണെന്ന് പറയാം. കാരണം 16 വിക്കറ്റ് ടോട്ടൽ വീണു കേട്ടോ. അതിൻ്റെ അകത്ത് 10 വിക്കറ്റ്, അത് ഓൾ ഔട്ട് ആയിരുന്നു ശരിക്കും ഇപ്പുറത്തെ RCB എങ്കിൽ. അപ്പുറത്ത് 6 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 16, അതിൽ 2 റൺഔട്ട്, അതുപോലെ തന്നെ പിന്നെ കുറെ നല്ല നല്ല ക്യാച്ചസ്, അങ്ങനെ ഒരു ഫീൽഡിങ്ങിന്റെയും ബൗളിങ്ങിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു ശരിക്കും ഇന്നത്തെ. അതിൽ GT കുറച്ചും കൂടി നന്നായിട്ട് ഫീൽഡിങ് ചെയ്തത് കൊണ്ടാണ് ശരിക്കും ഇന്ന് GT ജയിച്ചതെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഫസ്റ്റ് RCB ബാറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ജെയ്സൺ ഹോൾഡറിനെ കുറിച്ച് പറയാണ്ട് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം 3 കിടിലൻ ക്യാച്ചുകൾ, 2 വിക്കറ്റ്, അതായത് ഓൾറൗണ്ടർ. നമ്മൾ ശരിക്കും ആളെ ഓൾറൗണ്ടറായിട്ട് എടുത്തത് ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ബാറ്റും ബോളും ഫീൽഡിങ്ങും എല്ലാം ചെയ്യുന്ന ഒരു ആള്, അതായത് എവിടെ നോക്കിയാലും ജെയ്സൺ ഹോൾഡർ 3 ക്യാച്ച് എടുക്കുന്നു. അതുകൂടാണ്ട് ആ ക്യാച്ചിൻ്റെ അകത്താണെങ്കിലും കിടിലൻ ക്യാച്ചസ് ഉണ്ട്. അതുകൂടാണ്ട് 2 വിക്കറ്റ് എടുക്കുന്നു. അതുമാത്രമല്ല, ഏകദേശം കളി ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള സമയത്ത് പോലും അവിടെ ജെയ്സൺ ഹോൾഡർ കുറച്ചു നേരം ബാറ്റൊക്കെ ചെയ്ത് അവർ ആങ്കർ ഇന്നിങ്സ് കളിക്കുന്നു. അധികം റൺ അടിച്ചില്ല, പക്ഷെ എന്നാലും അവിടെ വിക്കറ്റ് കളയാണ്ട് കുറച്ചു നേരം പിടിച്ചു വെക്കുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ടർ ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ ശരിക്കും ജെയ്സൺ ഹോൾഡർ. ഇന്നത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തത് RCB ആയിരുന്നു. അഹമ്മദാബാദിലാണ് ശരിക്കും മാച്ച് നടക്കുന്നത്. അതായത് GTയുടെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച്. അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് GTക്ക് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ മാച്ച് ജയിച്ചാണ് GT വരുന്നത്. അതിന്റെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തെ മാച്ചിലും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത് വെറുതെ ഒരു കോൺഫിഡൻസ് മാത്രമല്ല, അതിന്റെ റിസൾട്ട് മാച്ചിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. തുടക്കം RCBയുടെ ബാറ്റിംഗ് നന്നായിരുന്നെങ്കിലും, കാരണം 2.4 ഓവർ വരെ വിക്കറ്റ് ഒന്നും പോവാണ്ട് 34 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ കോഹ്ലിയാണ് അവിടെ റൺസ് അടിച്ചതെങ്കിലും ബേത്തൽ അവിടെ വിക്കറ്റ് പോവാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും കളി ചേഞ്ച് ആയത്. ഫസ്റ്റ് വിക്കറ്റ് അവിടെയാണ് പോയത്. അതായത് നമ്മൾ ബേത്തൽ വെറും 5 റണ്ണാണ് എടുത്തത്. ആ ഒരു 5 റണ്ണിൽ അത്ര വരെ പിടിച്ചു നിന്ന് ആ ഒരു സമയത്ത് പോവുകയും ചെയ്തു. നമ്മുടെ മുഹമ്മദ് സിറാജ് ആയിരുന്നു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രേക്കിംഗ് മൊമെന്റ് GT കിട്ടിയത് ആ ഒരു ഫസ്റ്റ് വിക്കറ്റ് അവിടെ പോയപ്പോൾ തന്നെയാണ്. അത് കഴിഞ്ഞ് അധികം റണ്ണൊന്നും എടുക്കാൻ തന്നെ അടുത്ത ഒരു 35 ആകുമ്പോഴേക്കും നമ്മുടെ വിരാട് കോഹ്ലിയും ഔട്ടായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ രാജാവ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13 ബോളിൽ 28 റൺസ്, 5 4 1 6. ശരിക്കും ആ ഇന്നിങ്സ് കുറച്ചും കൂടി നീളം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു ടോട്ടലിലോട്ട് ശരിക്കും RCB എത്തിയേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഫോമിലുള്ള റബാഡി ഉണ്ടല്ലോ, ആളുടെ കയ്യിലാണ് ആ ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റാഷിദ് ഖാന്റെ ക്യാച്ചിൽ നമ്മുടെ കിങ് കോഹ്ലി അവിടെ ഔട്ട് ആവുകയും ചെയ്തു. പിന്നെ കുറച്ചു നേരം നമ്മുടെ ക്യാപ്റ്റൻ രജത് പാട്ടിദാറും ദേവദത്ത് പടിക്കലും കൂടി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അധികം നേരം നിന്നില്ല, എന്നാലും കുറച്ചു നേരം ട്രൈ അടിച്ചു. അതിനുശേഷം എഗെയിൻ പാട്ടിദാർ അവിടെ ഔട്ടായി. 15 ബോളിൽ 19 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലാണ് കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് അവിടെ ഉണ്ടാക്കിയത്.